അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഹായ് ഫ്രണ്ട്സ്, സുനുസവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞങ്ങൾ യാത്ര പോവുക കേട്ടോ. കൊട്ടിയൂർക്കാണ്. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരത്തെ ഞാൻ വന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. എന്നിട്ട് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാം കേട്ടോ. പോയാലും നമുക്ക് സിതേഷ് ചേട്ടനപ്പോഴേക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടു തന്നിട്ടുണ്ട്. ഞാൻ ഒരുങ്ങിയപ്പോഴേക്ക് ടാറ്റാ. ഇപ്പോൾ ഞങ്ങൾ അമ്പലപ്പടിയിലെത്തിട്ടോ. ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സാണ് അവിടെ നിൽക്കുന്നത്. 2 ബസ് പോകുന്നുണ്ട് കേട്ടോ അമ്പലപ്പടിയിൽ നിന്ന്. ഒരു ചെറിയ ബസ്സും ഒരു വലിയ ബസ്സും. ഞങ്ങൾ വലിയ ബസ്സിലാണ് കയറുന്നത്. അപ്പം യാത്രക്കാർ എല്ലാവരും എത്തിയിട്ടില്ല. എല്ലാവരും എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഒരു 3/4 ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ബാക്കി ആൾക്കാരും കൂടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം ബസ് ഫുള്ളായിട്ടോ. ഇനി ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ നല്ല രസത്തിൽ നല്ല സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഈ ബസ്സിലുള്ള എല്ലാവരെയും ഒന്നും എനിക്കറിയില്ല കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ അറിയുള്ളൂ. അപ്പോൾ അറിയണവരോടൊക്കെ സംസാരിച്ച് പിന്നെ സിതേഷ് ഏട്ടൻ്റെ ഭാര്യയും മോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ലൊരു യാത്ര തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്ക് ഒരു നടുവത്ത് സൈനിക സ്കൂളിൻ്റെ അവിടെ എത്തിയപ്പോഴേക്ക് ഞങ്ങളെ വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് ഓഫായപ്പോൾ പിന്നെ അത് റെഡിയാക്കി എടുക്കുമ്പോഴേക്ക് സമയം വഴുകുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് അറിയുകൊണ്ട് അമ്പലപ്പടിയിൽ തന്നെയാണ് ഇവരെ വേറൊരു ബസ്. അപ്പോൾ ആ ബസ് ക്ലീനറും ഡ്രൈവറും കൂടെ പോയി എടുത്തോണമെന്ന് ഞങ്ങൾ പിന്നെ ആ ബസ്സിലാണ് പോയത്. പെട്ടെന്ന് അറിയുകൊണ്ട് അതൊരു ഭാഗ്യമായിട്ടോ. എല്ലാവരും ഫസ്റ്റ് ഒന്ന് പേടിച്ചെങ്കിലും എല്ലാവരും പിന്നെ പറയുന്നത് ഭാഗ്യമായി എന്നാണ്. കാരണം കുറേ ദൂരം ഞങ്ങൾ ചെന്നിട്ടാണ് ഈ വണ്ടി ഓഫായതെങ്കിൽ പിന്നെ ഇതൊക്കെ റെഡിയാക്കി ഞങ്ങൾ പോകുമ്പോഴേക്ക് പിന്നെ ഒരുപാട് വഴുകൂലേ. അപ്പോൾ ഞങ്ങളെ പ്ലാനിങ്ങിലെ പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല. ഏതായാലും വേഗം ഇതെല്ലാം അറിഞ്ഞ് വണ്ടി മാറ്റി ഞങ്ങൾ പിന്നെ യാത്ര പോയപ്പം നല്ല സുഖമായിട്ട് പോയി. എല്ലാവർക്കും വിശക്കുണ്ട് പറയുന്നുണ്ട്. ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ അടുത്ത അമ്പലത്തേക്ക് പോവാൻ നിൽക്കുകയാണ്. ഫസ്റ്റ് അമ്പലമാട്ടോ അത്. ലോകനാർക്കാവ് എന്നാണ് അവിടേക്ക് പറയുക. ഇവിടെ 3 ക്ഷേത്രമുണ്ട്. ഒന്ന് ശിവക്ഷേത്രം, ഒന്ന് വിഷ്ണു ക്ഷേത്രം, ഒന്ന് ദേവി ക്ഷേത്രം. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ. ആദ്യം വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം ശിവക്ഷേത്രത്തിൽ തൊഴുതിട്ട് ദേവി ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുക എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പോവുകയാണ് അവിടെ. അപ്പോൾ അതൊക്കെ ബോർഡൊക്കെ ഞാനൊന്ന് ശ്രദ്ധിച്ചു. എങ്ങനെ തൊഴുകണ്ടെന്ന് നമുക്ക് അറിയില്ല. നല്ല ഭംഗിയുള്ള അമ്പലം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പറഞ്ഞാൽ നല്ലൊരു ശാന്തത അവിടെ. മനസ്സ് തുറന്ന് തൊഴുകാൻ പറ്റിയൊരു സ്ഥലം. ഈ കുളം എന്ന് പറയുന്നത് ഉണ്ണിയാർച്ച കുളിച്ച കുളം എന്നൊക്കെ ഓലെല്ലാവരും പറയുന്നുണ്ട്. ഓരൊക്കെ പറഞ്ഞില്ല അറിവാണ് എനിക്ക്, അല്ലാതെ എനിക്കറിയില്ല. അപ്പൊ സിതേഷേട്ടൻ ആ വെള്ളത്തിലൊന്നും തൊടണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആളിറങ്ങാത്ത സ്ഥലം കേട്ടോ. അതാണ് അവിടെ അങ്ങനെ കിടക്കുന്നത്. ബാക്കി നല്ല വെള്ളം അപ്പുറത്തുണ്ട്. നല്ല ഭംഗിയില്ല കുളം, വലിയ കുളാട്ടോ. അപ്പം അവിടെയൊക്കെ ഒന്ന് കണ്ട് ഞങ്ങളെല്ലാവരും തിരിച്ചു പോന്നു. പിന്നെ താഴത്തെ അമ്പലത്തിലാണ് ഇപ്പം തൊഴുതത്. ഇനി 2ാമത്തെ അമ്പലത്തിൽ തൊഴുകണം. എന്നിട്ട് ഫസ്റ്റ് വന്ന അമ്പലമാണ് ദേവീക്ഷേത്രം. അവിടെ ലാസ്റ്റ് തൊഴുകാനേ പാടുള്ളൂ. അപ്പം ഞങ്ങൾ ആദ്യം തൊഴുകേണ്ട അമ്പലത്തിലും ശിവക്ഷേത്രത്തിലും എല്ലാം തൊഴുത് ഇപ്പം ദേവീക്ഷേത്രത്തിൽ തൊഴുത് ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾ പോണത് കൊട്ടിയൂർക്കാട്ടോ. ഇനി വേറെ അമ്പലമൊന്നുമില്ല. ഇനി നേരെ പോണത് കൊട്ടിയൂർക്കാം. ഈ അമ്പലം കണ്ടിട്ട് എനിക്ക് മതിയാവില്ല, അത്രയ്ക്ക് ഭംഗി. ഇപ്പം ഞങ്ങൾ ഏകദേശം കൊട്ടിയൂർ എത്താനായി എന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഞാൻ കൊട്ടിയൂർക്ക് ആദ്യമായിട്ട് പോവുകയാണ്, അതുകൊണ്ട് എനിക്കറിയില്ല. നല്ല മഴ ഉണ്ട് അവിടെ. മഴ ചില സ്ഥലങ്ങളിലൊന്നുമില്ല, ചില സ്ഥലങ്ങളിലുണ്ട്. ഈ കൊട്ടിയൂർ എത്താൻ സമയത്ത് നല്ല മഴയാണ്. ഞങ്ങൾ കൊട്ടിയൂർ എത്തിയപ്പോഴും ഇറങ്ങിയപ്പോഴൊക്കെ നല്ല മഴ തന്നെ കേട്ടോ. പിന്നെ അവിടെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ മുങ്ങി ഒരു കല്ലെടുത്ത് ഉരച്ച് എന്നൊക്കെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ഉരച്ചപ്പോൾ എനിക്ക് ഭസ്മാണ് കിട്ടിയത്. സിതേഷേട്ടനും ഭസ്മാണ് കിട്ടിയത്. പിന്നെ കൊട്ടിയൂർ ഇപ്പം ഞങ്ങൾ എത്തിയിട്ടുണ്ട്. എത്തിയപ്പം എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ശീവേലി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ കൊട്ടിയൂർ ശീവേലി ഞാൻ കാണുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. എന്തായാലും ഞങ്ങൾ ചെന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റി. 2 ആനകളുണ്ടായിരുന്നു ശീവേലി. ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഈ സംഭവം. ഞാൻ യൂട്യൂബിൽ വരെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കണ്ടതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ നോക്കി ഇതിൻ്റെ ഐതിഹ്യങ്ങളും ഒക്കെ കുറച്ച്
അറിയാൻ തുടങ്ങിയത്. എനിക്ക് ശരിക്കും ഇതിൻ്റെ ഐതിഹ്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലമാണ്. പിന്നെ ഞങ്ങളവിടെ ക്യൂവിൽ നിന്നു, കുറച്ച് സമയം ക്യൂവിൽ നിന്നു. അവിടെ തൊഴുതപ്പോൾ ഒരു പ്രത്യേക ഒരു രസം. കാരണം ഇത് ആ ഒരു വെള്ളത്തിലല്ലേ തൊഴുകുന്നത്, ഒരു പ്രത്യേക ഒരു അനുഭവം. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ശീവേലിൻ്റെ സമയത്ത് ഞങ്ങൾ തൊഴുത് നിന്നു. അതിനുശേഷം ഞങ്ങൾ പോയിട്ട് ക്യൂ നിന്നത്. ഇത് ഭഗവാനെ എഴുന്നള്ളിക്കുന്ന സമയമല്ലേ, അപ്പം അവിടെ തൊഴുത് നിന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ നട തുറക്കുമ്പോഴേക്ക് പോയിട്ട് ക്യൂ നിൽക്കാമെന്ന് വിചാരിച്ചത്. ഓം നമഃ ശിവായ. ഇപ്പം ഞങ്ങളിവിടെ ഉത്സവം നടക്കണ, വൈശാഖ ഉത്സവം നടക്കണ അവിടെയാണ് തൊഴുതത്. ഇവിടെ ഇക്കരക്കൊട്ടിയൂർ അക്കരക്കൊട്ടിയൂർ ഇല്ലേ, ഇനി അപ്പുറത്ത് ഞങ്ങൾ തൊഴുതിട്ടില്ല. ഇനി അവിടെ തൊഴുകാൻ പോകണം. ഈ വെള്ളത്തിൽ മുങ്ങണതൊക്കെ എനിക്ക് പേടിയാണ്. വെള്ളം തന്നെ എനിക്ക് പേടിയാണ്. ജിതേഷേട്ടൻ്റെ കൈ പിടിച്ചിട്ട് എന്നെ ആ വെള്ളത്തിൽ മുക്കിയതാണ്. എനിക്ക് അത്രയ്ക്ക് പേടിയാണ് വെള്ളത്തിൽ മുങ്ങണത്. ഞാൻ എത്ര മുങ്ങിയാലും വെള്ളത്തിൽ മുങ്ങണില്ല. ജിതേഷേട്ടൻ്റെ തല പിടിച്ച് താഴ്ത്തി അങ്ങനെയൊക്കെയാണ് മുങ്ങിയൊക്കെ കയറി പോകുന്നത്. വെള്ളമായിട്ട് പേടിയാണ്. അപ്പം അങ്ങനെ അവിടെയൊക്കെ തൊഴുത് ഞങ്ങൾ പോന്നു. അപ്പുറത്ത് നല്ല മഴയായത് കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അക്കരെ കൊട്ടിയൂരിൽ അവിടെയൊക്കെ തൊഴുത് പോന്ന്. ഇപ്പം ഞങ്ങൾ എത്തിയത് പെരളശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു അമ്പലത്തിലാണ്. ഈ അമ്പലങ്ങളെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ള കുളം, കുറേ മീനൊക്കെ ഉണ്ട് അവിടെ. അപ്പം ഞങ്ങൾ ആദ്യം കുളത്ത് പോയി കാലൊക്കെ ഒന്ന് കഴുകി വന്നിട്ട് ഞങ്ങൾ അമ്പലത്തേക്ക് കയറി. അമ്പലം നല്ല രസമുള്ള അമ്പലമാണ്. അപ്പം ഞങ്ങൾ അവിടെ പോയി തൊഴുതതിന് ശേഷം ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇതൊരു സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രം കേട്ടോ. അപ്പം അതിനുശേഷം ഞങ്ങൾ അതിന് താഴത്തൊരു അമ്പലമുണ്ട്, അവിടെ കൂടെ പോയി തൊഴുത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് പറശ്ശിനി മുത്തപ്പൻകാവിക്കാണ്. അപ്പം അവിടെ പോയപ്പോൾ അവിടെ എന്തൊക്കെയോ കൊട്ടും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരെ പോയി അവിടെ നിന്ന് പോയി തൊഴുത് അപ്പോഴേക്കും അത് കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ റൂമൊക്കെ എടുക്കാൻ വിചാരിച്ച് ഇവർ ആണുങ്ങൾ 2-3 പേര് റൂമൊക്കെ തിരഞ്ഞു പോയി. ഞങ്ങൾ പെണ്ണുങ്ങൾ അവിടെ നിന്നു, കാഴ്ചയൊക്കെ കണ്ട്. പിന്നെ ഞങ്ങൾ റൂമൊക്കെ എടുത്ത് അവിടെ നിന്നതിന് ശേഷം രാവിലെ പുലർച്ചയ്ക്ക് നല്ല പരിപാടി ഉണ്ടായിരുന്നു. അവിടെ കണ്ട് ചായ കുടിച്ച് മമ്പയറും ഈ നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പറശ്ശിനിക്കടവെന്ന് മടങ്ങി മാഹിയിലെത്തിയിട്ട് മാഹിയിലൊരു ബീച്ചിൽ പോയി. ബീച്ച് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ആ സംഭവം. ഒരു സ്ഥലത്ത് തിരമാലയില്ല, ഒരു സ്ഥലത്ത് ഭയങ്കര തിരമാല. അപ്പം ഇതൊരു സംഗമ സ്ഥലമാണ് പോലെ, രണ്ടും കൂടെ കൂടിച്ചേരുന്ന സ്ഥലമാണ്. ഞാൻ ഈ ബീച്ചിലേക്ക് പോയിട്ടേ ഇല്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്നൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു കേട്ടോ. അവിടെ ഒരു പാർക്കിൽ നിന്ന് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നിന്നൊക്കെ ആടി. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ചെറിയൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. കടൽ കണ്ടാൽ നോക്കി നിന്ന് പോകും. വെള്ളം പേടിയാണെങ്കിലും കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര നല്ല രസമുള്ളൊരു യാത്ര. എല്ലാതും ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടേ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു സന്തോഷം, ഇഷ്ടം. പിന്നെ ജിതേഷേട്ടനാണെങ്കിൽ എന്നെ സാധാരണ ഞങ്ങൾ പോകുമ്പോൾ മക്കളാണ് എന്നെ കയ്യും പിടിച്ച് നടക്കുക. കുട്ടികളൊക്കെ വലിയ കുട്ടികളായില്ലേ, അപ്പം ഇന്നെയാണ് നോക്കാറ്. ഇപ്പം കുട്ടികളൊന്നും പോരാത്തതുകൊണ്ട് ഞാൻ ജിതേഷേട്ടൻ ഒറ്റയ്ക്കായതുകൊണ്ട് ജിതേഷേട്ടൻ എന്നെ അച്ഛനെ എങ്ങനെ ജിതേഷേട്ടൻ നോക്കണോ അതേപോലെ തന്നെ നോക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ ഒന്നും എങ്ങോട്ടും ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ടേ ഇല്ല. അപ്പം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോവാൻ എല്ലാ സൗകര്യവും ഒക്കെ ഒരുങ്ങിയത് കുട്ടികളൊക്കെ വലുതായതിനു ശേഷം കുട്ടികൾ പറഞ്ഞയച്ചിട്ടാണ് ഞങ്ങൾ പോകാൻ തുടങ്ങിയത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പുതിയൊരു അനുഭവങ്ങളല്ലേ എല്ലാതും. നല്ല രസമുള്ളൊരു യാത്രയാണ്, സന്തോഷമുള്ളൊരു യാത്ര. ഇനി ഞങ്ങൾ നേരെ പോണത് വീട്ടിലേക്കാട്ടോ. അപ്പം ഞങ്ങളെ അമ്പല യാത്രകളും എല്ലാം കഴിഞ്ഞു, കടൽ കണ്ടു. നല്ല രസമുള്ളൊരു സംഗമ സ്ഥലമാണ്. കായലും കടലും കൂടെ കൂടി ചേർന്നൊരു സ്ഥലം. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഇവിടെ ഇങ്ങനെ കുറേ സമയം ഇരിക്കാൻ തോന്നും, അത്രയ്ക്കൊരു സുഖമുള്ള സ്ഥലമാണ്. പിന്നെ അധികം ഐസ്ക്രീം മിഠായികളൊന്നും കിട്ടില്ല എന്നുള്ളൂ, നല്ലൊരു സ്വസ്ഥത ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ബസ്സിൽ അടിച്ചു പൊളിച്ച് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ
പോയി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചെറിയ കുട്ടി ഉണ്ടല്ലോ, ഈ ഡാൻസ് കളിക്കുന്ന കുട്ടി, ആ കുട്ടീനൊക്കെ ഞാൻ ആദ്യമായിട്ട് ബസ്സിൽ നിന്ന് പരിചയപ്പെട്ട കുട്ടിയാണ്. നല്ല കളിക്കും കേട്ടോ. ഓൻ എന്തുപോലെയാണ് കളിക്കണതെന്നറിയോ? ഓനാണ് എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല, ഞാൻ ഓൻ്റെ ഒപ്പം വെറുതെ കൈ കൊട്ടിക്കൊണ്ട് നിൽക്കുക. അപ്പം ഒരുപാട് സന്തോഷമുള്ളൊരു യാത്ര. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.